ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മിസ് യു എന്ന മൂവിയാണ്. ഒരു ആക്സിഡന്റിന് ശേഷം 2 വർഷത്തെ ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോകുന്ന നായകൻ എന്നാൽ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന അവനോട് അവന്റെ വീട്ടുകാരും കൂട്ടുകാരും ആ 2 വർഷത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ മറച്ചു വെക്കുന്നു. അതിന്റെ പിന്നിലെ കാരണമെന്തെന്ന് നമുക്ക് ഈ മൂവി കണ്ടു തന്നെ അറിയാം. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നായകനായ വാസുവിന്റെ വീട്ടിലേക്ക് മന്ത്രിയുടെ കുറച്ച് ആൾക്കാർ കയറി വരുന്നതാണ്. വാസുവിന്റെ അച്ഛനും അമ്മയും അവർ ഭീഷണിപ്പെടുത്തുന്നു. വാസു എവിടെയെന്നും അവൻ കൊടുത്ത കേസ് പിൻവലിക്കണമെന്നും പറയുന്നുണ്ട്. ഒരു മന്ത്രിയുടെ മകൻ ചെയ്ത എന്തോ ഒരു കാര്യത്തിനെതിരെയാണ് വാസു കേസ് കൊടുത്തിരിക്കുന്നത്. ആ മന്ത്രിയുടെ ആൾക്കാരായിരുന്നു ഇത്. മറ്റൊരിടത്ത് വാസു എങ്ങോട്ട് പോയെന്നറിയാതെ അവനെ തപ്പി ഇറങ്ങി നടക്കുന്ന അവന്റെ കൂട്ടുകാരെ കാണിക്കുന്നു. അവരുടെ വണ്ടിക്ക് കുറുകെ ചാടിയ ഒരാളെ കണ്ടതും ഇവർ 3 പേരും ഷോക്കായി. കാരണം കുറച്ചുനാളായിട്ട് ഇവരാകട്ടെ ഇയാളെ അന്വേഷിച്ച് നടപ്പായിരുന്നു. അതേസമയം നമ്മുടെ വാസു ആകട്ടെ കറങ്ങി തിരിഞ്ഞ് കൂർഗ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അവിടെ ഒരു കോഫി ഷോപ്പിൽ കയറിയിട്ട് അവിടുത്തെ സ്പെഷ്യൽ കോഫി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊണ്ടുവരാൻ പറയുന്നുണ്ട്. അവർ കൊണ്ടുവരുന്നത് ബെല്ല കോഫി ആയിരുന്നു. അത് കുടിച്ചതും അതിന് വളരെയധികം യുണീക് ടേസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവൻ പറയുന്നുണ്ട്, ഇത്രയും നല്ലൊരു കോഫി ഞാൻ ഇതുവരെയും കുടിച്ചിട്ടില്ല എന്ന്. അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്തെ റെസ്റ്റോറന്റ് ഉടമയോട് അവൻ പറയുന്നുണ്ട്, ബെല്ല കോഫിയുടെ ടേസ്റ്റ് ഞാൻ അങ്ങ് തിരിച്ച് ചെന്നൈയിലെത്തിയാൽ പോലും മറക്കില്ല എന്ന്. അതിനുശേഷവും മറക്കില്ല എന്നാണ് അയാൾ പറയുന്നത്. ആ സമയത്ത് അവന്റെ കൂട്ടുകാരും അമ്മയും ചേർന്നിട്ട് അവനെ വിളിക്കുന്നുണ്ട്. അവൻ ഫോൺ എടുത്തു കഴിയുമ്പോൾ പറയുന്നുണ്ട് താൻ കൂർഗിലാണെന്നും ചെന്നൈയിലോട്ട് വരികയാണെന്നും. നീ ഇങ്ങനെ പറയാതെയൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെ, ഇവിടെ ആകെ പ്രശ്നം നടക്കുകയാണെന്നാണ് അവര് പറയുന്നത്. ഞാൻ ഇപ്പൊ തന്നെ തിരിച്ചു വരികയാണെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നും കാറും എടുത്തു പോകുന്നു. എന്നാൽ ആ കാറിലേക്ക് ഒരു ലോറി വന്നിടിക്കുകയാണ്. അതൊരു കൊലപാതക ശ്രമമായിരുന്നു. പിന്നീട് കാണിക്കുന്നത് ഹെഡ് ഇഞ്ചുറി ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന വാസുവിനെയാണ്. എല്ലാവരും തന്നെ അവന്റെ അടുത്തേക്ക് എത്തിയിരുന്നു. അപകടനിലയെല്ലാം തരണം ചെയ്ത് അവൻ കുറച്ചു ദിവസത്തിന് ശേഷം നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വന്നു. ഡോക്ടർ അവന്റെ അടുത്ത് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നീ ലാസ്റ്റ് കണ്ട പടം ഏതാണ്, നിന്റെ പേരെന്താണ്, അച്ഛന്റെ അമ്മയുടെയും പേരെന്താണ്, നിന്റെ ഫോൺ നമ്പർ എന്താണ് എന്നൊക്കെ. എന്നാൽ അവൻ കൊടുക്കുന്ന ചില മറുപടികൾ കേട്ട് അവന്റെ ഫ്രണ്ട്സ് ഷോക്കായി. ആ സമയത്ത് അവൻ ഇഷ്യൂ ഉണ്ടായിക്കൊണ്ടിരുന്ന ആ മിനിസ്റ്റർ അവിടേക്ക് വരുന്നു. അയാളെ സാധാ ഒരു മിനിസ്റ്റർ എന്ന രീതിയിൽ മാത്രമേ അവൻ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. അയാളും താനും തമ്മിൽ എന്തായിരുന്നു പ്രശ്നമെന്ന് പോലും അവൻ ഓർമ്മയുണ്ടായിരുന്നില്ല. അതൊരു കണക്കിന് നന്നായി എന്ന് ആ മിനിസ്റ്ററിനും തോന്നി. ഡോക്ടേഴ്സിനോടും മറ്റും കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് കഴിഞ്ഞ 2 വർഷത്തെക്കുറിച്ചുള്ള ഓരോ ഓർമ്മകളും വാസുവിന്റെ മനസ്സിലില്ല. അവനൊരു ഷോർട്ട് ടേം മെമ്മറി ലോസ് ഉണ്ടായിരിക്കുകയാണ്. ആക്സിഡന്റിന് തൊട്ടു മുമ്പുള്ള 2 വർഷത്തിലെ ഒരു കാര്യങ്ങളും തന്നെ അവന്റെ മനസ്സിൽ ഇപ്പോഴില്ല. ഒരു ഡയറക്ടർ ആകണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം. ഒരുപാട് കഥകൾ അവന്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ആകട്ടെ ഏതെങ്കിലും ഒരു വണ്ടിയിൽ കയറി എങ്ങോട്ടെങ്കിലും പോകാമെന്ന് കരുതിയിട്ട് അവൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. അവിടെ ഒരു ബെഞ്ചില് കണ്ണു നിറഞ്ഞിരിക്കുന്ന ഒരാളെ കാണുന്നു. അവന് കണ്ടിട്ട് സഹതാപം തോന്നിയിട്ട് അവൻ അയാളുടെ അടുത്ത് വന്നിരുന്നിട്ട് ഒരു കോഫിയും കൊടുത്ത് അയാളോട് സംസാരിക്കുന്നു. അയാളൊരു ബ്രേക്കപ്പ് കഴിഞ്ഞിട്ടിരിക്കുകയായിരുന്നു. അതിന്റെ വിഷമമായതുകൊണ്ട് തന്നെ അവൻ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അയാളെ ആശ്വസിപ്പിക്കുന്നു. കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് തന്നെ അവർ 2 പേരും നല്ല സുഹൃത്തുക്കളായി മാറി. ബോബി എന്നായിരുന്നു അയാളുടെ പേര്. ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് ഒരു ബിസിനസ് നടത്തുന്ന വ്യക്തിയായിരുന്നു ബോബി. തന്റെ കാമുകിയെ ആദ്യമായിട്ട് കണ്ടതും പരിചയപ്പെട്ടതും ഈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ്. അതുകൊണ്ടാണ് ബാംഗ്ലൂരിൽ നിന്നും കാർ ഓടിച്ച് ചെന്നൈയിലേക്ക് അയാൾ വന്നത്. എങ്ങോട്ടെങ്കിലും പോകാൻ ഇറങ്ങി തിരിച്ച വാസുവിനോട് അയാൾ ചോദിക്കുന്നുണ്ട്, എന്നാ പിന്നെ നിനക്ക് ബാംഗ്ലൂർക്ക് വന്നൂടെ എന്ന്. നല്ല സുഹൃത്തുക്കളായി മാറിയത് കൊണ്ട് തന്നെ ബോബിയുടെ ആ ഓഫർ വാസു സ്വീകരിക്കുന്നു. അങ്ങനെ അവർ 2 പേരും കാർ ഓടിച്ച് ബാംഗ്ലൂർ എത്തി. അവിടെ റോഡ് സൈഡിലായിട്ട് ഹിജാബ് ധരിച്ച് കുറച്ച് പെൺകുട്ടികൾ സമരം ചെയ്യുന്നുണ്ടായിരുന്നു. അതിലൊരു പെൺകുട്ടിയെ കണ്ട മാത്രയിൽ തന്നെ നമ്മുടെ വാസുവിന് ഇഷ്ടപ്പെട്ടു. അവർ നേരെ പോകുന്നത് ബോബിയുടെ ഫ്ളാറ്റിലേക്കായിരുന്നു. അവിടെ ഒരു കഫേ നടത്തുന്നുണ്ടായിരുന്നു ബോബി. താൻ അവിടെ ഉള്ളിടത്തോളം കാലം കഫേയിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് അവനെ ഹെൽപ്പ് ചെയ്യാമെന്ന് വാസു വിചാരിക്കുന്നു. അന്ന് വൈകുന്നേരം അവരുടെ അപ്പാർട്ട്മെന്റിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടുത്തെ സെക്രട്ടറി ആകട്ടെ ഫ്ളാറ്റില് പെറ്റ്സിനെ വളർത്തുന്നതിനെ പറ്റി എതിരഭിപ്രായമാണ് പറയുന്നത്. ഇവിടെ പെറ്റ്സ് അലൗഡ് അല്ലെന്നും ഈ കുട്ടിയാകട്ടെ പെറ്റ്സിനെ ഇവിടെ വളർത്തുന്നത് ശരിയല്ലെന്നും പറഞ്ഞിട്ട് അയാൾ എന്തൊക്കെയോ പറയാൻ തുടങ്ങി. എന്നാൽ ഒരു പെൺകുട്ടി എഴുന്നേറ്റ് നിന്ന് അതിനെ എതിർക്കുന്നു. ഈ ഫ്ളാറ്റില് പെറ്റ്സിനെ അലൗഡ് അല്ലാന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഇവിടെ ബാക്കി ഒരു കാര്യങ്ങളും ശരിയല്ല. അനാവശ്യമായിട്ട് നിങ്ങളിപ്പോൾ മെയിൻ്റെനൻസ് ഫീ കൂട്ടിയിരിക്കുന്നു. പല സമയത്തും കോറിഡോറിലെ ലൈറ്റ് ഒന്നും തന്നെ കത്താറില്ല. മാത്രമല്ല സെക്യൂരിറ്റി പലപ്പോഴും ഗേറ്റിന്റെ അടുത്ത് ഉണ്ടാകാറുമില്ല. ഇതൊന്നും ശ്രദ്ധിക്കാതെ പെറ്റിന്റെ കാര്യം മാത്രം എന്തിനാ നിങ്ങൾ പറയുന്നത്? ആ കുട്ടി അതിനെ വളർത്തിക്കോട്ടെ എന്നാണ് അവൾ പറയുന്നത്. മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കാതിരുന്നാൽ മാത്രം പോരെ. അവളിങ്ങനെ എതിർത്ത് സംസാരിക്കുന്നതെല്ലാം തന്നെ വാസുവിന് കൂടുതൽ ഇഷ്ടപ്പെട്ടു. ആ പെൺകുട്ടിയെ തന്നെയായിരുന്നു അവൻ അവിടെ ട്രാഫിക്കിൽ വെച്ച് കണ്ടത്. പിന്നെ 2 ദിവസം കഴിയുമ്പോൾ അതേ പെൺകുട്ടി തന്നെ നമ്മുടെ ബോബിയുടെ കഫേയിലേക്ക് വരുന്നു. ഒരു ഓഡിറ്റർ ആയിരുന്നു അവള്. ബോബിയുടെ കഫേയിലെ അക്കൗണ്ട്സും അവളായിരുന്നു നോക്കുന്നത്. ടാക്സ് എല്ലാം തന്നെ സബ്മിറ്റ് ചെയ്യുന്നത് അവളാണ്. ആ ജോലി ചെയ്യുന്നതിന് പകരമായിട്ട് അവൾ അവിടെ വരുമ്പോഴെല്ലാം തന്നെ ഫ്രീ ആയിട്ടാണ് അവൻ കോഫി കൊടുത്തിരുന്നത്. അവൾ ഓർഡർ ചെയ്ത കോഫി തയ്യാറാക്കുന്നത് നമ്മുടെ വാസു ആയിരുന്നു. അവൻ ബോബിയോട് പറയുന്നുണ്ട്, ഈ പെൺകുട്ടിയെ ഞാൻ നേരത്തെ കണ്ടതാണ്, ആ ട്രാഫിക്കിൽ വെച്ചിട്ട് ഹിജാബ് ഒക്കെ ധരിച്ചിട്ട്. എന്നാൽ ബോബി പറയുന്നു അവൾ മുസ്ലിം ഒന്നുമല്ല, ഹിന്ദുവാണ്. സുബ്ബലക്ഷ്മി എന്നാണ് അവളുടെ പേര്. ഇല്ല, അവൾ മുസ്ലിം ആണെന്നാണ് അവൻ പറയുന്നത്. നീ തെറ്റിദ്ധരിച്ചതാ, അവൾ അവിടെ സമരത്തിന് വേണ്ടിയിട്ട് അങ്ങനെ നിന്നതായിരിക്കും, പക്ഷെ യഥാർത്ഥത്തിൽ അവൾ ഹിന്ദു തന്നെയാണെന്ന് അവൻ പറയുന്നു. കോഫി കൊടുത്തു വിടാൻ നേരത്ത് അവൻ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, ഈ കോഫി ആ ബ്യൂട്ടിഫുൾ ലേഡിക്കുള്ളതാണെന്ന്. സുബ്ബലക്ഷ്മി തലയുയർത്തി അവനെ നോക്കുന്നു. അവനെ കണ്ടതും അവളുടെ മുഖത്ത് വല്ലാത്തൊരു ഭാവമാറ്റം വരുന്നുണ്ട്. പിന്നീട് അപ്പാർട്ട്മെന്റിന്റെ താഴെ വെച്ചും അവൻ അവളോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അവൾ ഒഴിഞ്ഞു മാറിപ്പോകുന്നു. പലപ്പോഴായിട്ട് അവളെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോഴെല്ലാം തന്നെ അവൾ നല്ല രീതിയിൽ അവനെ അവോയ്ഡ് ചെയ്യുകയായിരുന്നു. ഒരു ദിവസം പാർക്കിലൂടെ നടക്കുന്ന സമയത്ത് വാസുവിന്റെ ദേഹത്ത് ഒരാൾ ഇടിക്കുന്നുണ്ട്. താഴെ വീണ അയാളുടെ ഫോൺ അവനെടുത്ത്
കൊടുത്തതും അയാൾ അവനെ കണ്ട് പെട്ടെന്ന് ഷോക്കാകുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഓടുന്നു. ഇവനെന്തിനാ എന്നെ കണ്ട് ഓടുന്നതെന്ന് അന്തം വിട്ട് നിൽക്കുകയായിരുന്നു വാസു. അങ്ങനെ പിന്നീട് ഒരു ദിവസം ഇവരുടെ കോഫി ഷോപ്പിൽ നിന്ന് കോഫിയും കുടിച്ചിട്ട് ഇറങ്ങി പോവുകയായിരുന്നു സുബ്ബലക്ഷ്മി. പക്ഷെ കുറച്ച് ആൾക്കാർ അവളെ വന്ന് തടയുകയും അവളുമായിട്ട് വഴക്കുണ്ടാക്കുകയും ചെയ്യുന്നു. ഇത് കണ്ട് ഇടപെടാൻ പോയ ബോബിയെയും അവർ തള്ളിയിടുന്നു. അവസാനം ആ ഒരു വിഷയത്തിലേക്ക് വാസു ഇടപെടുകയാണ്. അവരെ എല്ലാവരും തന്നെ വാസു അടിച്ചോടിക്കുന്നു അവിടെ നിന്നും. അവന്റെ കയ്യില് ചെറുതായിട്ട് പരുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. എന്താണ് ഇഷ്യൂ എന്ന് ചോദിക്കുമ്പോ അത് കുറച്ച് പേഴ്സണൽ ആണെന്നാണ് അവള് പറയുന്നത്. വാസു ആകട്ടെ ബോബിയെ കൊണ്ട് അവളോട് ചോദിപ്പിക്കുന്നുണ്ട്, അവളെന്താ ഇങ്ങനെ സിംഗിൾ ആയിട്ടിരിക്കുന്നത്? വെറുതെ ഹിജാബൊക്കെ ധരിച്ച് ഇങ്ങനെ പോരാട്ടം നടത്തുന്നതിന്റെ പിന്നിലെ കാര്യം എന്താ? അവൾക്ക് കല്യാണം കഴിച്ച് സെറ്റിൽ ആയിക്കൂടെ എന്ന്. പോരാട്ടം നടത്തുന്നതിനേക്കാളും ഈസിയാണ് വിവാഹം എന്ന് നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടോ എന്നാണ് അവള് തിരിച്ചു ചോദിക്കുന്നത്. ഞാനിപ്പോ ഹാപ്പി ആയിട്ടായിരിക്കുന്നത്, അതിനൊരു കുറവുമില്ല എന്ന് അവള് പറയുന്നു. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോ വാസു ബോബിയോട് പറയുന്നുണ്ട്, എനിക്ക് അവളോട് പ്രണയമാണെന്ന്. ഇതെന്തായാലും കൊള്ളാം, നീ അവളോട് എപ്പോഴാ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ വാസു പറയുന്നുണ്ട്, ഞാൻ ഓൾറെഡി അവളോട് പറഞ്ഞുവെന്ന്. ഇത് കേട്ട് ബോബി ഞെട്ടി. ഇതൊക്കെ എപ്പോ സംഭവിച്ചു എന്നാണ് അവൻ ചോദിക്കുന്നത്. തലേന്ന് കോഫി ഷോപ്പിൽ വന്നപ്പോ അവൻ അവളോട് തനിക്ക് അവളെ ഇഷ്ടമാണെന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിരുന്നു. നിങ്ങൾ മറ്റുള്ളവരെ ഒരുപാട് സഹായിക്കുകയും നല്ല ഇൻഡിപെൻഡന്റ് ആയിട്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. മാത്രമല്ല മറ്റു സ്ത്രീകളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്നാണ് അവൻ പറയുന്നത്. അവൾ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടിട്ട് അവൻ പറയുന്നുണ്ട്, എന്നെ പറ്റി ഒന്നും അറിയാത്തതുകൊണ്ടായിരിക്കും എനിക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ. നമുക്ക് കുറച്ചുനാൾ സംസാരിക്കാം, ഇടയ്ക്ക് വെളിയിലൊക്കെ പോകാം. എന്നെ നല്ലപോലെ പരിചയപ്പെട്ടിട്ട് നിനക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് വിവാഹം കഴിക്കാം. എന്നാൽ അവൾ ആദ്യമേ കയറി നോ എന്ന് തന്നെ പറയുന്നു. അവനെ പരിചയപ്പെടാനോ വിവാഹം കഴിക്കാനോ ഒന്നും തന്നെ അവൾക്ക് താല്പര്യമില്ല. എനിക്ക് മാരേജിലും റിലേഷൻഷിപ്പിലും വിശ്വാസവും ഇല്ല, ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കത്തുമില്ല. അതും പറഞ്ഞിട്ടാണ് അവൾ അവിടെ നിന്നും പോകുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോ തന്നെ അവൾ എന്റെ ലവ് റിജക്ട് ചെയ്തതാ. ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്നാണ് ബോബിയോട് അവൻ ചോദിക്കുന്നത്. ഒരു കാര്യം ചെയ്ത് നീ ഡയറക്റ്റ് നിന്റെ അമ്മയും അച്ഛനും വഴി അവളെ വിവാഹം ആലോചിക്കാനാണ് അവൻ പറയുന്നത്. അമ്മയോട് പോയി പറഞ്ഞു നോക്കാമെന്ന് വിചാരിച്ചിട്ട് അവൻ അവിടെ നിന്ന് നേരെ ചെന്നൈക്ക് തിരിച്ചു വരുന്നു. തനിക്കൊരു പെൺകുട്ടിയെ ഒരുപാട് ഇഷ്ടമാണ്, വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് അവൻ പറയുന്നു. ഇത് കേട്ട് അവന്റെ അമ്മ ഒരുപാട് ഹാപ്പിയായി. പെൺകുട്ടിയുടെ ഫോട്ടോ കാണിക്കുന്നു പറഞ്ഞിട്ട് അവർ ആ ഫോട്ടോ വാങ്ങി നോക്കിയതും ശരിക്കും ഞെട്ടിപ്പോയി. ആകെ ടെൻഷനായി. പെട്ടെന്ന് പുറത്തേക്ക് വന്നിട്ട് അവന്റെ കൂട്ടുകാരോടെല്ലാം തന്നെ ഇവിടേക്ക് വരാൻ പറയുന്നു. ഇതെന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. എന്താ നടക്കുന്നതെന്ന് വാസുവിന് മനസ്സിലായില്ല. അവന്റെ കൂട്ടുകാരെല്ലാം വന്ന് ആ ഫോട്ടോ കണ്ട ഉടനെ അവനോട് പറയുന്നുണ്ട്, വേറെ ഏത് പെണ്ണെ വേണമെങ്കിലും നീ കെട്ടിക്കോ, ഈ പെണ്ണെ പറ്റില്ല എന്ന്. അവർക്ക് എല്ലാവർക്കും ആ പെണ്ണെ ഓൾറെഡി അറിയാം. സുബ്ബലക്ഷ്മി നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവളെ റിജക്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് അവർ കുറെ കാര്യങ്ങൾ പറയുന്നത്. ഈ 2 വർഷത്തിനിടയ്ക്ക് നീ മറന്നുപോയ ചില കാര്യങ്ങളുണ്ട്. നീ നിന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ഈ പെണ്ണിനെയാ. ഒരിക്കലും അങ്ങനെ വരാൻ ചാൻസ് ഇല്ലാന്ന് വാസു പറയുന്നു. ഞാനൊരിക്കലും ഇത്രയും നല്ല പെൺകുട്ടിയെ വെറുക്കില്ല. എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ അവന്റെ ഫ്രണ്ട് പറയുന്നുണ്ട്, നിനക്ക് ആക്സിഡന്റ് ആകുന്നതിന് മുൻപ് തന്നെ 2-3 പെൺകുട്ടികളെ കല്യാണം ആലോചിച്ചിരുന്നു. അതിലൊരു പെണ്ണാണിത്. അന്ന് തന്നെ നിങ്ങൾ തമ്മിൽ ഒരിക്കലും ചേരില്ല എന്ന് മനസ്സിലായതോടുകൂടി നമ്മൾ അത് റിജക്ട് ചെയ്തതുമാണ്. പക്ഷെ എനിക്കിപ്പോ ഈ പെൺകുട്ടിയെ ഒരുപാട് ഇഷ്ടമാണ്, എനിക്ക് വേണ്ടി അവളോട് സംസാരിക്കുമെന്ന് ചോദിക്കുമ്പോൾ അവന്റെ അമ്മ പറയുന്നുണ്ട്, ആദ്യം എനിക്ക് ഈ പെൺകുട്ടി ഇഷ്ടമായിരുന്നു. അന്ന് നീയാണ് ഈ പെൺകുട്ടിയെ പോയി കണ്ട ശേഷം അവളെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നും ഈ കല്യാണം വേണ്ടെന്നും പറഞ്ഞത്. ഇപ്പൊ നീ ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നടക്കാനാ? ശരിക്കും എന്താ സംഭവിച്ചെന്ന് ക്ലിയർ ആയിട്ട് പറയാൻ അവൻ പറയുന്നു. അങ്ങനെ വാസുവിന്റെ ജീവിതത്തിൽ ഈ 2 വർഷത്തിനിടയ്ക്ക് നടന്ന ചില കാര്യങ്ങൾ അവന്റെ ഫ്രണ്ട്സ് പറയുകയാണ്. കല്യാണാലോചനയുമായിട്ട് 3-4 പെൺകുട്ടികളുടെ ഫോട്ടോ വാസുവിനെ കാണിച്ച സമയത്ത് വാസു സുബ്ബലക്ഷ്മിയുടെ ഫോട്ടോ കണ്ട ഉടനെ തന്നെ അവന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞിരുന്നു, ഈ പെൺകുട്ടിയെ എന്തായാലും വേണ്ട, ഞാൻ ഇവളുടെ കൂടെ ഒരു ദിവസം ബസ്സിൽ ട്രാവൽ ചെയ്തിരുന്നു എന്ന്. ലാസ്റ്റ് മിനിറ്റ് ആയിരുന്നു അവൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. ആ പെൺകുട്ടിയുടെ അടുത്താണ് അവൻ സീറ്റ് കിട്ടുന്നത്. എന്നാൽ അവൾ പറയുന്നുണ്ട് തനിക്ക് ജെൻസിന്റെ അടുത്ത് ഇരിക്കാൻ പറ്റില്ല എന്നും അവനോട് മാറിയിരിക്കാനും. അവൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ തന്നെ ഇരുന്നു. വേറെ സീറ്റൊന്നും കാലിയില്ലാത്ത കാരണം അവൾക്ക് ഗതികെട്ട് അവിടെ ഇരിക്കേണ്ടി വരുന്നു. തന്നെ വിളിച്ച എല്ലാവരോടും തന്നെ അവൾ പറയുന്നുണ്ട്, ഞാനൊട്ടും കംഫർട്ടബിൾ അല്ല, ഞാൻ ജെൻസിന്റെ കൂടെ ഇരിക്കുന്നതെന്നൊക്കെ. അവളിങ്ങനെ നിരന്തരം ഫോൺ ചെയ്യുന്നതെല്ലാം തന്നെ വാസുവിന് ദേഷ്യം വരുന്നു. അവൻ ചാർജിനിട്ടിരുന്ന അവന്റെ ഫോൺ ഊരി മാറ്റിയിട്ട് അവള് ഫോൺ ചാർജിനിടുന്നു. മാത്രമല്ല അവള് സൗണ്ട് ഉണ്ടായിക്കൊണ്ട് ലേസ് കഴിക്കുന്നു. വിൻഡോയുടെ കർട്ടൻ ഇടാൻ സമ്മതിക്കുന്നില്ല. ഖുഷി പടം അവൻ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ബസ്സിലെ കിളിയെ വെച്ചിട്ട് ആ പടം മാറ്റാൻ പറയുന്നു. എനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരാളുടെ കൂടെ ഈ പടം എൻജോയ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എന്നും പറയുന്നു. എന്നിട്ട് ഏതോ ഒരു പഴയ പടം ഇടിപ്പിച്ചിട്ട് അവൾ ഇരുന്ന് ഉറങ്ങുകയാണ്. ഇതെല്ലാം കണ്ടിട്ട് അവന് ദേഷ്യം വരുന്നു. ആ ഒരൊറ്റ യാത്ര കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായിരുന്നു അവളും ഞാനും തമ്മിൽ ഒട്ടും ചേരില്ലാന്ന്. അതുകൊണ്ട് എന്തായാലും എനിക്ക് ഈ പെണ്ണിനെ കാണാൻ പോലും പോകണ്ടെന്ന് അവൻ പറയുന്നു. എന്നാൽ അവന്റെ അമ്മയ്ക്കാകട്ടെ സുബ്ബലക്ഷ്മി ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. അവരവന്റെ പിറകെ നടന്ന് നിർബന്ധിക്കാൻ തുടങ്ങി. അന്ന് ഒരു തവണയല്ലേ കണ്ടുള്ളൂ, ഇനിയൊരു തവണ അല്ലാതൊന്ന് നേരിട്ട് കണ്ടു നോക്ക്, നിനക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് പറയുന്നു. അവസാനം നിർബന്ധം കാരണം ഒരു പാർട്ടിയിൽ വെച്ചിട്ട് അവളെ കാണാൻ പോകുന്നു. ആ പാർട്ടിയിൽ അവള് ബിഹേവ് ചെയ്യുന്നതെല്ലാം തന്നെ അവൻ നോക്കി നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് അവൻ ചിരിക്കുന്നുണ്ട്. ഇത് കണ്ട് അവന്റെ ഫ്രണ്ട്സ് വിചാരിക്കുന്നുണ്ട് സുബ്ബലക്ഷ്മി അവൻ ഇഷ്ടപ്പെട്ടു എന്ന്. എന്നാൽ അവൻ പറയുന്നുണ്ട്, അവള് കാണിക്കുന്നത് മുഴുവൻ കൊച്ചു കുട്ടികളുടെ കണക്കാണ്. നിങ്ങൾ പറയുന്ന പോലെ അതിനകത്ത് ഒട്ടും തന്നെ ക്യൂട്ട്നെസ് എനിക്ക് തോന്നുന്നില്ല. നോർമലി എന്റെ മുഖം ചിരിച്ചു തന്നെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത് കണ്ടിട്ടും ചിരിച്ചത്, അല്ലാതെ എനിക്ക് അവളെ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ അവന്റെ അമ്മയാകട്ടെ വീണ്ടും വീണ്ടും അവനെ ഫോഴ്സ് ചെയ്യാൻ തുടങ്ങി. നീ ഒരു തവണ അവളുടെ ഫാമിലി ഒന്ന് മീറ്റ് ചെയ്ത് നേരിട്ട് പോയെന്ന് സംസാരിക്കെന്ന് പറയുന്നു. അങ്ങനെ വീണ്ടും നിർബന്ധം കാരണം ഇവരെല്ലാവരും കാറിൽ അവരെ മീറ്റ് ചെയ്യാൻ പോവുകയായിരുന്നു. എന്നാൽ വഴിയിൽ വെച്ച് ഫോൺ ചെയ്തുകൊണ്ട് അശ്രദ്ധമായി നടന്നുപോയ ഒരാളെ വണ്ടി ചെറുതായിട്ടൊന്ന് ഇടിക്കുന്നു. അയാൾ താഴേക്ക് വീണു. വാസു ഇറങ്ങി വന്ന അയാളെ കുറെ വഴക്ക് പറയുന്നു. എവിടെ നോക്കിയാൽ നടക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ അതാകട്ടെ
സുബ്ബലക്ഷ്മിയുടെ അച്ഛനായിരുന്നു. നേരത്തെ അറിയാവുന്നതുകൊണ്ട് തന്നെ അവർ തമ്മിൽ വീണ്ടും വഴക്കായി. അത്രയൊക്കെ സംഭവിച്ചിട്ട് പിന്നെയും മാരേജ് നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അന്ന് തന്നെ നിങ്ങൾ പരസ്പരം റിജക്ട് ചെയ്തവരാണ്. 2 വർഷത്തിനിടയ്ക്ക് ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങളെ മറന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ഞാൻ മറന്നു എന്ന് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാൽ കറക്റ്റ് ആ സമയത്താകട്ടെ നമ്മുടെ വാസുവിനെ കണ്ടിട്ട് സ്ഥിരമായിട്ട് ഓടാറുള്ള ഒരാളില്ലേ, അയാള് ഇവന്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു. അവന്റെ കയ്യിൽ എന്തോ കൊടുക്കാൻ തുടങ്ങിയതും അവന്റെ കൂട്ടുകാർ വന്ന് അത് തട്ടിപ്പറിച്ച് വാങ്ങിയാണ്. എന്നാൽ ആ ബഹളത്തിനിടയ്ക്ക് അയാൾ പറയുന്നുണ്ട്, എന്റെ കടയിൽ ജോലി ചെയ്തിരുന്ന ഒരാളാകട്ടെ ഞാൻ ശമ്പളം കൊടുക്കാത്ത കാരണം ആ മെമ്മറി കാർഡ് അടിച്ചുകൊണ്ട് പോയതാ. അത് കാരണം ഞാൻ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഇത്രയധികം ലേറ്റ് ആയത്. ഒടുവിൽ അവനെ തേടി പിടിച്ച് മെമ്മറി കാർഡിൽ നിന്ന് ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് ഞാൻ ആൽബം ആക്കിയിട്ടുണ്ട്. എല്ലാവരും ആ ആൽബം തട്ടിപ്പറിച്ച് വാങ്ങാൻ നോക്കുന്നുണ്ട്. വാസു അവരുടെ കയ്യിൽ നിന്ന് അത് വാങ്ങി നോക്കുമ്പോൾ ശരിക്കും ഷോക്കായി പോകുന്നു. അവന്റെയും സുബ്ബലക്ഷ്മിയുടെയും വിവാഹ ആൽബമായിരുന്നു അത്. ഇത്രയും നേരം അവർ പറഞ്ഞുകൊണ്ടിരുന്ന കഥയ്ക്ക് ശേഷം അവന്റെ ലൈഫിൽ വീണ്ടും ചില കാര്യങ്ങൾ നടന്നിരിക്കുന്നു. സുബ്ബലക്ഷ്മി അവന്റെ ഭാര്യയായിരുന്നു. എന്നാൽ പിന്നീട് ഇവർ തമ്മിൽ ഡിവോഴ്സ് ആയതാണ്. വാസുവിന് അത് വലിയൊരു ഷോക്കായിരുന്നു. ഈ 2 വർഷത്തിനിടയ്ക്ക് തന്റെ മാരേജ് കഴിഞ്ഞിരിക്കുന്നു, ഡിവോഴ്സും കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം തന്നെ വീട്ടുകാരും കൂട്ടുകാരും തന്നിൽ നിന്നും മറച്ചു വെച്ചിരിക്കുന്നു. അതിന്റെ കാരണമെല്ലാം തന്നെ അവൻ അവരോട് ചോദിക്കുന്നു. അന്ന് സുബ്ബലക്ഷ്മിയുടെ അച്ഛനെ കാർ തട്ടിയ ശേഷമാണ് ഈ കല്യാണത്തിലേക്കുള്ള കാര്യങ്ങളെല്ലാം തന്നെ നീങ്ങുന്നത്. വാസുവിന്റെ അച്ഛന്റെ അടുത്ത കൂട്ടുകാരനായിരുന്നു സുബ്ബലക്ഷ്മിയുടെ അച്ഛൻ. ചെറിയ പരിക്ക് പറ്റി അയാളെ ഹോസ്പിറ്റലിൽ ചെന്ന് ട്രീറ്റ്മെന്റ് നടത്തുമ്പോഴാണ് അറിയുന്നത് അയാൾക്ക് ബ്രെയിനിൽ ട്യൂമർ ആണെന്ന്. കുറച്ച് നാളായിട്ട് അയാൾക്ക് തലവേദന ഉണ്ടായിരുന്നു. എത്രയും പെടുന്ന ഓപ്പറേഷൻ ചെയ്തെങ്കിലേ പറ്റൂ. എന്നാൽ അയാൾ ആകെ ടെൻഷനിലായി. തന്റെ മകൾക്ക് താൻ മാത്രമേ ഉള്ളൂ. അവളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ഓപ്പറേഷൻ ചെയ്യൂ എന്നുള്ള വാശിയിലായിരുന്നു അയാൾ. നല്ലൊരു പയ്യനെ എങ്ങനെയെങ്കിലും കണ്ടെത്തി തരണമെന്ന് തന്റെ കൂട്ടുകാരനോട് സുബ്ബലക്ഷ്മിയുടെ അച്ഛൻ ആവശ്യപ്പെട്ടു. എന്നാൽ വാസുവിന്റെ അച്ഛനാകട്ടെ വാസുവിനോട് വന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവനെ ഈ വിവാഹത്തിന് ഫോഴ്സ് ചെയ്യുകയാണ്. ഒടുവിൽ അച്ഛന്റെ അമ്മയുടെയൊക്കെ നിർബന്ധം കാരണം അവൻ സുബ്ബലക്ഷ്മിയെ വിവാഹം കഴിക്കാൻ തയ്യാറായി. അങ്ങനെയാണ് അയാളുടെ ഓപ്പറേഷന് മുമ്പ് ഇവരുടെ വിവാഹം നടക്കുന്നത്. ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞിട്ട് അയാൾ പഴയ പോലെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. തുടക്കം മുതൽ തന്നെ വാസുവും സുബ്ബലക്ഷ്മിയും തമ്മിൽ പ്രശ്നങ്ങളായിരുന്നു. അവൾ രാവിലെ എഴുന്നേറ്റ് പൂജ ചെയ്യുകയും പാട്ടുപാടുകയും ഒക്കെ ചെയ്യും. അതെല്ലാം അവന്റെ ഉറക്കം കെടുത്തിക്കൊണ്ടിരുന്നു. റൂമിലെ പല സാധനങ്ങളും അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അറേഞ്ച് ചെയ്യുന്നു. അതെല്ലാം തന്നെ അവനിൽ ബുദ്ധിമുട്ടുണ്ടാക്കി. അവന്റെ സാധനങ്ങളെല്ലാം തന്നെ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുന്നത് ഒന്നും തന്നെ അവൻ ഇഷ്ടപ്പെടാതെയായി. ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്താണ് അവൻ അവളുടെ കൂടെ ജീവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഒളിച്ചോടി വന്ന തന്റെ ഒരു ഫ്രണ്ടിനെയും അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെയും അവൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. അന്ന് അവന്റെ വീട്ടില് അവന്റെ അച്ഛനും അമ്മയും ഒന്നും തന്നെ ഇല്ലായിരുന്നു. നാളെ രാവിലെ ഇവരുടെ രജിസ്റ്റർ മാരേജ് ആണ്. നീ ഇവളെ നല്ലപോലെ നോക്കണമെന്ന് പറഞ്ഞിട്ടാണ് ആ പെൺകുട്ടിയെ അവളെ ഏൽപ്പിച്ചിട്ട് അവൻ പോകുന്നത്. ആ പെൺകുട്ടി ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന കണ്ടിട്ട് അവൾ അവളുടെ ഫാമിലിയെ പറ്റി എല്ലാം തന്നെ ചോദിക്കുന്നു. പെൺകുട്ടി പറയുന്നുണ്ട് തനിക്ക് അമ്മയില്ല, അച്ഛൻ മാത്രമേ ഉള്ളൂ എന്ന്. സുബ്ബലക്ഷ്മി അവളെ ആശ്വസിപ്പിക്കുന്നതിനിടയ്ക്കെല്ലാം തന്നെ അവളെ കുറെ ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട്. അച്ഛനെ വേദനിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയൊരു തീരുമാനം ആവശ്യമുണ്ടോ? എനിക്കും എന്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ. ഞാൻ എന്റെ അച്ഛനെ എതിർത്ത് ഒന്നും ചെയ്തിട്ടില്ല. അച്ഛന്റെ ആഗ്രഹപ്രകാരമാണ് വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നതെന്ന് സുബ്ബലക്ഷ്മി പറയുന്നു. അങ്ങനെ ഇവൾ ഓരോ കാര്യങ്ങൾ പറയുന്നതോടുകൂടി ആ പെൺകുട്ടിയുടെ മനസ്സ് മാറാൻ തുടങ്ങി. പിറ്റേന്ന് രാവിലെ വാസുവും കൂട്ടുകാരനും വന്നപ്പോ അവള് പറയുന്നുണ്ട് ആ പെൺകുട്ടിയെ അവളുടെ അച്ഛൻ വന്ന് വിളിച്ചുകൊണ്ടുപോയി എന്ന്. താൻ അവളോട് സംസാരിച്ച കാര്യങ്ങളെല്ലാം അവൾ തുറന്നു പറയുന്നു. ഇത് കേട്ടതും വാസു ആകെ ദേഷ്യത്തിലായി. അവന്റെ കൂട്ടുകാരനും ആകെ തകർന്നു പോയിരുന്നു. അവളെ എന്തൊക്കെയോ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അത് കേട്ടിട്ട് അവള് തിരിച്ച് വാസുവിനോട് എന്തൊക്കെയോ പറയാൻ തുടങ്ങി. ദേഷ്യം വന്ന വാസു ആകട്ടെ അവളെ അടിക്കാൻ വരെ കൈ ഉയർത്തി. അവൻ ഒരുപാട് വിഷമത്തോടെ അവന്റെ ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട്, ഞാനും അവളും തമ്മിൽ ഒരു കാര്യത്തിലും സെറ്റ് ആകുന്നില്ല എന്ന്. ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കാനേ പാടില്ലായിരുന്നു. എന്നാൽ അവന്റെ ഫ്രണ്ട്സ് ഒന്നും തന്നെ അവൻ പറയുന്നത് മനസ്സിലാക്കുന്നില്ല. എല്ലാം ശരിയാവുമെന്നാണ് അവര് പറഞ്ഞുകൊണ്ടേയിരുന്നത്. അവളുടെ കൂടെ ഇരുന്ന് എനിക്ക് എന്നെ തന്നെ വെറുക്കാൻ തുടങ്ങിയെന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവർ രണ്ടുപേരും ഒരു സിനിമ കാണാൻ പോയി. എന്നാൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് വാസുവിന് ഒരു ഇമ്പോർട്ടന്റ് കോള് വരുന്നു. ഒരു അർജന്റ് മീറ്റിംഗ് ഉള്ളത് കാരണം അവനാകട്ടെ അവളോട് പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്ത് നീ സിനിമ കണ്ടിട്ട് തിരിച്ചു പോയിക്കൊള്ളാൻ, ഞാൻ എങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവളും അവന്റെ കൂടെ ഇറങ്ങുന്നു. അവളെ ഒരു ഓട്ടോയിൽ കയറ്റി വീട്ടിലേക്ക് വിട്ടിട്ടാണ് അവൻ അവിടെ നിന്ന് പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ സുബ്ബലക്ഷ്മിയുടെ അച്ഛൻ അവിടേക്ക് വന്നിരിക്കുന്നതാണ്. അവരെല്ലാവരും ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ന്യൂസിൽ ഒരു ഡെലിവറി ബോയുടെ മരണം കാണിക്കുന്നു. അത് വാസുവിന്റെ വീട്ടിൽ നേരത്തെ ജോലി ചെയ്തിരുന്ന സ്ത്രീയുടെ മകനാണ്. അവൻ അത് കണ്ട് ആകെ ഷോക്കായി. ആ സമയത്ത് ഉറക്കമെഴുന്നേറ്റ് വന്ന സുബ്ബലക്ഷ്മി ഈ ന്യൂസ് കണ്ടിട്ട് ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. അവള് പറയുന്നുണ്ട് ഇത് ആക്സിഡന്റ് അല്ല, മർഡർ ആണെന്ന്. തലേന്ന് രാത്രി അവൾ ഓട്ടോയിൽ വരുന്ന വഴിക്ക് ഈ പയ്യൻ ട്രാഫിക്കിൽ നിൽക്കുകയായിരുന്നു. പിറകെ വന്ന വണ്ടിക്കാരൻ മദ്യപിച്ചിട്ട് വന്നിട്ട് ഇവന്റെ വണ്ടിയിൽ ഇടിച്ചു. അത് ചോദ്യം ചെയ്ത ഇവനെ അവിടെ വെച്ച് തന്നെ അവർ അടിക്കുകയും ഒരുപാട് ചവിട്ടുകയും ചെയ്തു. അവനെ ശരിക്കും അവിടെ ഇട്ട് അടിച്ചാണ് ഇവർ കൊന്നത്. ഇത് ആക്സിഡന്റ് അല്ല, മർഡർ ആണ്. അത് മിനിസ്റ്ററിന്റെ മകനാണെന്ന് അവിടെ ബഹളമുണ്ടാക്കുന്നതിനിടയിൽ ഞാൻ കേട്ടിരുന്നു. എന്നാൽ ഇതെല്ലാം കേട്ട വാസു പറയുന്നുണ്ട്, മർഡർ ആണെങ്കിൽ നമുക്ക് എന്തായാലും കംപ്ലൈന്റ് ചെയ്യണം, നീ എന്റെ കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ. എന്നാൽ അവളുടെ അച്ഛനും വാസുവിന്റെ അച്ഛനും ഒക്കെ പറയുന്നുണ്ട്, എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നത്തിന് പോകുന്നതെന്ന്. വാസു സുബ്ബലക്ഷ്മിയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ വരണമെന്ന്. പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കണം. എന്നാൽ അവളാകട്ടെ അവനെ നോക്കുന്നതിന് പകരം അവളുടെ അച്ഛനെ നോക്കുകയായിരുന്നു. അവന്റെ കൂടെ പോയി കംപ്ലൈന്റ് കൊടുക്കാൻ അവൾ തയ്യാറായില്ല. ഇത് കണ്ട് ദേഷ്യം വന്ന വാസു പറയുന്നുണ്ട്, നിന്നെ ഞാനൊരു കാര്യത്തിന് എന്റെ കൂടെ വരാൻ വിളിച്ചപ്പോ നീ ഇപ്പോഴും നിന്റെ അച്ഛനെയാണ് നോക്കുന്നത്. എന്റെ കൂടെ നിനക്ക് ഒരു രീതിയിലും സിങ്ക് ആകാൻ പറ്റുന്നില്ല. ഇത്രയും കാലം നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് ജീവിച്ചിരുന്നത്. ഞാൻ
നിന്നെ സഹിച്ചു മടുത്തു. ഇനി എന്നെ കൊണ്ട് പറ്റില്ല. ഈ ബന്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതാ നല്ലത്. ഇത് കേട്ട് എല്ലാവരും ഷോക്കായി. അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറഞ്ഞ് അവർ വഴക്കുണ്ടാക്കാൻ തുടങ്ങി. അവസാനം അവളുടെ അച്ഛൻ പറയുന്നുണ്ട്, എന്റെ മകളുടെ കൂടെ ആരും കഷ്ടപ്പെട്ട് ജീവിക്കണ്ട എന്ന്. അങ്ങനെയാണ് അവർക്കിടയിൽ പ്രശ്നമുണ്ടാവുകയും ഡിവോഴ്സിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തത്. ആ ആക്സിഡന്റിന് ശേഷമാണ് ഞങ്ങൾ അറിയുന്നത് നിനക്ക് ആ 2 വർഷത്തെ ഓർമ്മയെല്ലാം തന്നെ നഷ്ടമായി എന്ന്. നിന്റെ വൈഫിന്റെ പേര് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് കല്യാണമേ കഴിഞ്ഞിട്ടില്ല എന്നാണ് നീ പറഞ്ഞത്. നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിരുന്ന ആ മെമ്മറീസ് എല്ലാം തന്നെ ആ ആക്സിഡന്റിന് ശേഷം നീ മറന്നുപോയത് കാരണം പിന്നീട് വെറുതെ ഞങ്ങളായിട്ട് അത് ഓർമ്മിപ്പിക്കാനും നിന്നില്ല. ശരിക്കും വാസു ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു. സ്വന്തം അച്ഛനും അമ്മയും കൂട്ടുകാരും എല്ലാം തന്നെ അവനിൽ നിന്നും വലിയ വലിയ കാര്യങ്ങളാണ് മറച്ചു വെച്ചിരുന്നത്. ബോബി പറയുന്നുണ്ട്, എന്താണെങ്കിലും നമുക്ക് നോക്കാം, നീ തിരിച്ചു ബാംഗ്ലൂരിലേക്ക് വരാൻ. അങ്ങനെ അവൻ തിരിച്ചു ബോബിയുടെ കൂടെ ബാംഗ്ലൂരിലേക്ക് പോയി. അവിടെ എത്തിയ ശേഷം അവൻ പലതവണ സുബ്ബലക്ഷ്മിയെ കണ്ടു. അവളാകട്ടെ ഇപ്പോഴും അവനെ അറിയാത്ത മട്ടിൽ തന്നെ നടക്കുകയാണ്. അവസാനം വാസു പോയി അവളോട് സംസാരിക്കുന്നു. അവളുടെ അച്ഛൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് മരിച്ചിരുന്നു. ഹാർട്ട് അറ്റാക്ക് വന്നാണ് മരിച്ചത്. അതിനുശേഷം അവള് പിന്നീട് ഒറ്റയ്ക്കായി ഇവിടെ വന്ന് വാടകയ്ക്ക് താമസിക്കുകയാണ്. വാസു അവളോട് പറയുന്നുണ്ട്, പല ആൾക്കാരും ഒരിക്കൽ പിരിഞ്ഞ ശേഷം വീണ്ടും ഒന്നിച്ച് താമസിക്കാറുണ്ട്, ജീവിക്കാറുണ്ട്. എല്ലാ കാര്യങ്ങളും അറിഞ്ഞ ശേഷം എനിക്ക് നിന്നോടുള്ള ഇഷ്ടമൊന്നും പോയിട്ടില്ല. ആ 2 വർഷത്തിൽ നടന്ന കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മ വന്നിട്ടില്ല. പക്ഷെ എല്ലാവരും പറഞ്ഞിട്ട് ആ കാര്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കി. നമുക്കതെല്ലാം മറന്നിട്ട് ഒരുമിച്ച് ജീവിച്ചൂടെ എന്ന് അവൻ ചോദിക്കുന്നു. എന്നാൽ അവള് പറയുന്നുണ്ട്, ആ 2 വർഷത്തിലെ കാര്യങ്ങൾ നീ മറന്നു പോയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് നിനക്കിതെല്ലാം ഈസി ആയിട്ട് പറയാൻ പറ്റുന്നത്. പക്ഷെ ഞാൻ ആ കാര്യങ്ങളൊന്നും മറന്നിട്ടില്ല. അതുകൊണ്ട് ഇതൊന്നും നടക്കില്ല എന്നാണ് അവള് പറയുന്നത്. താൻ എത്രയൊക്കെ ശ്രമിച്ചാലും അവളുടെ മനസ്സിൽ നിന്ന് ആ കാര്യങ്ങളൊന്നും പോകില്ല എന്ന് മനസ്സിലാക്കി അവനാകട്ടെ തിരിച്ച് നാട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. എന്നാൽ ആ സമയത്ത് സുബ്ബലക്ഷ്മിയുടെ ഒരു ഫ്രണ്ട് അവനെ കാണാൻ വരുന്നുണ്ട്. തന്റെ ഫ്രണ്ട്സും തന്റെ ഫാമിലിയും പറയാത്ത ഒരുപാട് കാര്യങ്ങൾ ആ പെൺകുട്ടി അവനോട് തുറന്നു പറയുന്നു. നാളെയാണ് കേസിന്റെ ലാസ്റ്റ് ഹിയറിംഗ്. അത് കേൾക്കാൻ നിൽക്കാതെ നീ പോവുകയാണോ എന്നാണ് അവനോട് അവൾ ചോദിക്കുന്നത്. എന്ത് കേസ്, എന്താ സംഭവം എന്നൊക്കെ അവൻ ചോദിക്കുന്നു. അന്നാ ഡെലിവറി ബോയുടെ ബോഡി കാണാൻ വേണ്ടിയിട്ട് അവൻ മോർച്ചറിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അത് മർഡർ ആണെന്ന് ആ ഡോക്ടറും പറയുന്നു. സുബ്ബലക്ഷ്മി സാക്ഷി പറയാൻ വരാത്ത കാരണം അവനാകട്ടെ സംഭവം താനാണ് കണ്ടതെന്ന് പറഞ്ഞിട്ട് സാക്ഷി പറയാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. എന്നാൽ മിനിസ്റ്ററിന്റെ മകനെതിരെയുള്ള കംപ്ലൈന്റ് ആയതുകൊണ്ട് തന്നെ പോലീസുകാര് അത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അത് കാരണം വാസു നേരെ മജിസ്ട്രേറ്റിന്റെ അടുത്ത് പോയി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. അതറിഞ്ഞ മിനിസ്റ്റർ ആകട്ടെ അവനെ വിളിച്ചിട്ട് ഒരുപാട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എന്തൊക്കെ വന്നാലും ഞാൻ കേസിൽ നിന്ന് പിന്മാറില്ല എന്നാണ് അവൻ പറയുന്നത്. ആ സംഭവത്തിന് ശേഷമായിരുന്നു വാസുവിന്റെ ആക്സിഡന്റ് നടന്ന് അവൻ സീരിയസ് ആണെന്ന് അറിഞ്ഞിട്ട് സുബ്ബലക്ഷ്മി അവനെ കാണാൻ വന്നിരുന്നു. ആ സമയത്തെല്ലാം തന്നെ അവൻ സെഡേഷനിലായിരുന്നു. വാസുവിന്റെ ആക്സിഡന്റിന് ശേഷം അവൾ ആകെ തകർന്നിരുന്നു. ഇതെല്ലാം താൻ കാരണമാണെന്ന് അവൾ വിശ്വസിക്കുന്നു. അന്നവൻ വിളിച്ചപ്പോ തന്നെ താൻ അവന്റെ കൂടെ പോയി ആ കംപ്ലൈന്റ് കൊടുക്കേണ്ടതായിരുന്നു. വാസുവിന്റെ ആക്സിഡന്റോടുകൂടി തന്നെ സുബ്ബലക്ഷ്മിയുടെ ഉള്ളിലെ പേടിയെല്ലാം പോയിട്ട് അവൾ മിനിസ്റ്ററിന്റെ മകനെതിരെ കംപ്ലൈന്റ് കൊടുക്കാൻ തയ്യാറായി. അങ്ങനെ അവൾ പോയി സാക്ഷി പറയുകയും അയാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. എന്നാൽ മിനിസ്റ്ററിന്റെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചിട്ട് ആ കേസ് ബാംഗ്ലൂരിലേക്ക് അവർ മാറ്റുകയായിരുന്നു. ആ കേസിന്റെ കാര്യമായിട്ടാണ് ഇപ്പോൾ സുബ്ബലക്ഷ്മി ഇവിടെ വന്ന് താമസിക്കുന്നത് തന്നെ. അന്ന് റെസ്റ്റോറന്റ് ഫ്രണ്ടിൽ വെച്ചിട്ട് അവൾ കുറച്ച് റൗഡികളുമായിട്ട് ഇഷ്യൂ ഉണ്ടാക്കിയില്ലേ, അത് ഇതേ മിനിസ്റ്ററിന്റെ തന്നെ ആൾക്കാരാണ്. അവളോട് കേസ് തിരിച്ചു വാങ്ങാൻ വേണ്ടിയിട്ട് അവർ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് സുബ്ബലക്ഷ്മി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാറിന്റെ ഫ്രണ്ടിലേക്ക് മിനിസ്റ്ററിന്റെ കാർ വരുന്നതും അയാൾ ഇറങ്ങി വന്ന് അവളെ ഭീഷണിപ്പെടുത്തുന്നതുമാണ്. നാളെ നീ കോർട്ടിലേക്ക് വരാൻ പാടില്ല, സാക്ഷി പറയാനും പാടില്ല. എന്നാൽ എന്തൊക്കെ വന്നാലും താൻ ഈ കേസിൽ നിന്ന് പിന്മാറില്ല എന്ന് പറഞ്ഞു തന്നെ നിൽക്കുകയായിരുന്നു അവൾ. എന്നാ പിന്നെ ഇവളുടെ കഥ കഴിച്ചേക്ക് എന്ന് പറഞ്ഞിട്ടാണ് മിനിസ്റ്റർ അവിടെ നിന്നും പോകുന്നത്. ആ ഗുണ്ടകൾ അവളെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവിടേക്ക് നമ്മുടെ വാസു വരികയും അവളെ രക്ഷിക്കുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് കോർട്ടില് ഈ കേസിന്റെ ഹിയറിംഗ് നടക്കുന്നതാണ്. അന്ന് മിനിസ്റ്റർ പൂഴ്ത്തി വെച്ചിരുന്ന പല വീഡിയോസും ഇന്ന് പുറത്തു വന്നിരിക്കുന്നു. അവിടുത്തെ CCTV ക്യാമറയിലെ ദൃശ്യങ്ങൾ റിക്കവർ ചെയ്തതിലൂടെ ആ ഡെലിവറി ബോയുടേത് കൊലപാതകമായിരുന്നുവെന്നും ആക്സിഡന്റ് അല്ല എന്നും തെളിയുന്നു. അതിന്റെ കൂടെ സുബ്ബലക്ഷ്മി സാക്ഷി കൂടി പറഞ്ഞതോടുകൂടി കേസിന് വിധി വരികയും ചെയ്യുകയാണ്. ആ മിനിസ്റ്ററിന്റെ മകന് ജീവപര്യന്ത ശിക്ഷ ലഭിച്ചു. കൂടെ ഉണ്ടായിരുന്നവർക്ക് 7 വർഷം കഠിന തടവും. തന്റെ മകന് നീതി കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ടതിന് അവളോട് ഒരുപാട് നന്ദി പറയുകയായിരുന്നു ആ മരിച്ചുപോയ പയ്യന്റെ അമ്മ. വാസുവും തനിക്ക് മകനെ പോലെ തന്നെയാണ്. നിങ്ങൾ രണ്ടുപേരും എല്ലാ പ്രശ്നങ്ങളും മറന്ന് ഒരുമിച്ച് ജീവിക്കുകയാണെങ്കിൽ അത് തന്നെയായിരിക്കും എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷമെന്ന് അവർ പറയുന്നു. അവൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോയി. നിങ്ങൾക്കൊന്നായി കൂടെ എന്ന് അവളുടെ കൂട്ടുകാരിയും സുബ്ബലക്ഷ്മിയോട് ചോദിക്കുന്നു. എന്നാൽ അവള് പറയുന്നുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ച നാളുകളെ പറ്റി വാസു മറ്റുള്ളവരിൽ നിന്ന് പറഞ്ഞു കേട്ട് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അവന് ശരിക്കും അതെല്ലാം ഓർമ്മ വരികയാണെങ്കിൽ അവൻ എന്നെ കാണുന്ന രീതി തന്നെ മാറും. ഇപ്പോഴുള്ള ആ സ്നേഹമൊന്നും ഉണ്ടാകണമെന്നില്ല. അവൻ ബോബിയോട് പറയുന്നുണ്ട്, എനിക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മ വരികയാണെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചേരുമായിരിക്കും. എന്താണെങ്കിലും നോക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നും തിരിച്ചു പോവുകയാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം വാസുവിന് ഒരാളുടെ കോള് വരുന്നു. അവൻ 1 വർഷം മുമ്പ് അയാളോട് ഒരു ലവ് സ്റ്റോറി പറഞ്ഞിരുന്നു. അത് സിനിമയാക്കാൻ അയാൾക്ക് താല്പര്യമുണ്ടെന്നും സൂര്യ ആ സ്റ്റോറി കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഡേറ്റ് ഫിക്സ് ചെയ്ത് ആ സ്റ്റോറി കേൾക്കാൻ വേണ്ടിയിട്ട് ആള് വരുമെന്നും നീ എത്തിച്ചേരണമെന്നും അറിയിക്കുന്നു. അവൻ എല്ലാത്തിനും ഓക്കെ പറഞ്ഞു. പക്ഷെ ആ സ്റ്റോറി എന്തായിരുന്നുവെന്ന് അവൻ ഓർമ്മയുണ്ടായിരുന്നില്ല. അങ്ങനെ അവനും കൂട്ടുകാരും ചേർന്നിട്ട് അവന്റെ റൂമെല്ലാം തന്നെ അരിച്ചു പെറുക്കുന്നു. അങ്ങനെ ഒരു ലവ് സ്റ്റോറി എവിടെയും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ അവന്റെ ഫ്രണ്ട് പറയുന്നുണ്ട്, ആ സ്റ്റോറി അറിയാവുന്ന ഒരാളെ എനിക്കറിയാം. ആരാണെന്ന് ചോദിച്ചപ്പോ അവൻ പറയുന്നത് സുബ്ബലക്ഷ്മി എന്നാണ്.
ഇനി ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് സീൻ കാണിക്കുന്നു. സുബ്ബലക്ഷ്മി വാസുവും തമ്മിൽ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് വാസു അവന്റെ കൂട്ടുകാരനോട് പറഞ്ഞിരുന്നു, ഞാൻ അവളോട് ഒരു ദിവസം ഒരു ലവ് സ്റ്റോറി പറഞ്ഞു. ആ സ്റ്റോറി ഒരു പെൺകുട്ടി എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനത് അവളോട് പറഞ്ഞത്. എന്നാൽ ആ സ്റ്റോറി കേട്ടുകൊണ്ടിരിക്കെ അവളാകട്ടെ കുക്കറിന്റെ വിസിലിന്റെ എണ്ണ എടുക്കുകയായിരുന്നു. അത് കാരണം അവൻ അവളോട് ദേഷ്യം തോന്നിയിരുന്നു. ആ കാര്യം അവൻ തന്റെ കൂട്ടുകാരനോടും പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ സുബ്ബലക്ഷ്മിയെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവൾക്ക് ആ സ്റ്റോറിയുടെ ത്രെഡ് എന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടാകും. അങ്ങനെ വാസു സുബ്ബലക്ഷ്മിയെ മീറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ആക്സിഡന്റിന് മുമ്പ് അവൻ വന്നിരുന്ന അതേ കഫേയിൽ വെച്ചിട്ടാണ് അവർ മീറ്റ് ചെയ്യുന്നത്. കൂടുതലൊന്നും സംസാരിക്കാതെ അവൾ ആ സ്റ്റോറി പറയാൻ തുടങ്ങി. അവൻ അതെല്ലാം റെക്കോർഡ് ചെയ്യുകയായിരുന്നു. അവിടുത്തെ സ്പെഷ്യൽ കോഫിയായിരുന്നു അവൻ ഓർഡർ ചെയ്തത്. ആക്സിഡന്റിന് മുൻപ് അവൻ കുടിച്ച അതേ ബെല്ല കോഫി. എന്നാൽ ആ കോഫിയുടെ സ്മെല്ലും അതിന്റെ ടേസ്റ്റും എല്ലാം തന്നെ അവന്റെ മനസ്സിലേക്ക് പഴയ ഓർമ്മകൾ കൊണ്ടുവരാൻ തുടങ്ങി. ആക്സിഡന്റിന് മുമ്പ് നടന്ന 2 വർഷത്തെ കാര്യങ്ങളെല്ലാം തന്നെ അവന്റെ മനസ്സിലൂടെ മിന്നി മറഞ്ഞുപോയി. പതിയെ പതിയെ അവന്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. അവന്റെ സുബ്ബലക്ഷ്മിയുടെയും വിവാഹവും പ്രശ്നങ്ങളും എല്ലാം തന്നെ അവൻ ഓർമ്മ വന്നു. അവള് കഥ പറഞ്ഞുകൊണ്ടിരിക്കെ അവസാനത്തെ ചില കാര്യങ്ങൾ അവൾ മറന്നുപോയിരുന്നു. എന്നാൽ അവനാകട്ടെ ആ കാര്യങ്ങളെല്ലാം ഓർത്തെടുത്ത് പറയുന്നു. അത് കേട്ട് അവൾ ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു. അവന്റെ ഓർമ്മകളെല്ലാം തിരിച്ചു വന്നുവെന്ന് അവൾക്ക് മനസ്സിലായി. നമ്മളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിനക്ക് ഓർമ്മ വന്നു എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് ഓർമ്മ വന്നു എന്ന്. എല്ലാം ഓർമ്മ വന്ന ശേഷവും നിനക്ക് ആ പഴയ സ്നേഹം എന്നോടുണ്ടോ എന്നും ഇനി ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നും അവൾ ചോദിക്കുന്നു. അപ്പോഴും അവൻ പറയുന്നത് അതിനൊരു മാറ്റവും വന്നിട്ടില്ല എന്നും നിനക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാമെന്നാണ്. താൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം തന്നെ അവൻ സോറി പറയുന്നു. എല്ലാം ഓർമ്മ വന്ന ശേഷവും അവളോടുള്ള സ്നേഹം അവന് നഷ്ടപ്പെട്ടില്ല എന്ന് മനസ്സിലാക്കിയ അവളും അവന്റെ ആ പ്രപ്പോസല് അക്സെപ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും വീണ്ടും ഒന്നിക്കുന്നിടത്താണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.